ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടോത്രത്തിൻ്റെ പിന്നിലെയാണ്. നാട്ടിലുള്ള ജ്യോത്സ്യന്മാർക്ക് ചാകരയാണ്. അവരെ കിട്ടാനില്ല. ക്യൂ നിന്നാണ് കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ടു പോകുന്നത്. ചോദിക്കുന്ന പൈസയാണ് ഫീസായി ഈ ജ്യോത്സ്യന്മാർക്ക് കിട്ടുന്നത്. പണി കഴിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കുന്നത് വേറെയും. സുധാകരൻ്റെ വീട്ടിലെ കൂടോത്രവും കൊണ്ട് ഏതായാലും ചൊറിയും കുത്തി മൂലയ്ക്കിരുന്ന ജ്യോത്സ്യന്മാർക്ക് പണിയായി. പണിയോട് പണി. പണിയെടുത്താലെന്താ, കൈനിറയെ കാശും കിട്ടുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കാർ അപകടത്തിൽപ്പെട്ടു. ഇതും കൂടോത്രത്തിൻ്റെ ഫലമാണെന്നാണ് കോൺഗ്രസ്സുകാർ, മാത്രമല്ല മറ്റ് പാർട്ടിക്കാരും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ പരസ്പരം പറയുകയും ചിരിക്കുകയും ചെയ്യുന്നത്. കാസർഗോഡ് പള്ളിക്കരയിൽ വെച്ചാണ് സംഭവം നടന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് എം പി ഉണ്ണിത്താൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൻ്റെ ഒരാളാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കാസർഗോഡ് മണ്ഡലം വഴി ആര് പോയാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി അതല്ല, തിരുവനന്തപുരത്ത് നിന്നും വിക്ഷേപിച്ചത് വല്ലതുമാണോ എന്നും സംശയിക്കുന്നു. കാരണം ഇപ്പോൾ സതീശൻ്റെ കൂടെ കൂടിയിരിക്കുന്ന മുൻമന്ത്രി കൊടിയ കൂടോത്രക്കാരനാണെന്നാണ് ആളവരെല്ലാം പറയുന്നത്. അദ്ദേഹത്തിനെതിരെ സതീശൻ്റെ ഒരു ഒളിക്കണ്ണ് എപ്പോഴും ഉണ്ടെന്നാണ് കേൾവി. എന്നാലും ചെയ്യുന്ന കൂടോത്രത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം സതീശന് ഫലിക്കാതിരിക്കില്ല. പോലീസ് എസ്കോർട്ട് വാഹനം ബ്രേക്ക് ഇട്ടപ്പോൾ പിറകിലിടിച്ചാണ് സതീശൻ്റെ കാറിന് അപകടമുണ്ടായത്. വൈകിട്ട് 5:45 സംഭവം. വാഹനത്തിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. സതീശൻ പരുക്കുകളില്ലാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പോൾ രാഷ്ട്രീയത്തെക്കാൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കൂടോത്രത്തെക്കുറിച്ചാണ്. കോൺഗ്രസിന് ഇപ്പോൾ 2 ദിവസമായി കൂടോത്ര രാഷ്ട്രീയമായി മാറി. ആർക്കെന്ത് സംഭവിച്ചാലും ആദ്യം കൂടോത്രമാണോ എന്നാണ് പരിശോധിക്കുന്നത്. സതീശന് വേണ്ടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഇന്നലെ മുതൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജ്യോത്സ്യന്മാരെയും പല പ്രവർത്തകരും സമീപിച്ചു, ചോദിച്ചിട്ടുമുണ്ട്. ചിലർക്കൊക്കെ നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അരമന രഹസ്യം. സതീശൻ മടങ്ങിയെത്തിയാൽ ഉടൻ വീട്ടിലും കുടുംബത്തിലും പൂജ നടത്താൻ പറ്റിയ സമയം ചോദിച്ചിട്ടുണ്ടെന്നാണ് പലരും അടക്കം പറയുന്നത്. വെറും പൂജയല്ല, 1.5 പൂജയായിരിക്കും. മാത്രമല്ല പൂജ എല്ലാ സമുദായത്തിലെയും നടക്കുമെന്ന് പരിതോഷകർ പറയുന്നു. അതായത് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ സഭകളിലൊക്കെ ഉള്ള ഈ പൂജ നടത്തുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയൊക്കെ പങ്കെടുപ്പിച്ചുള്ള വിവിധ പൂജകൾ നടക്കുമെന്നാണ് ഈ കുബുദ്ധികൾ, ഈ പരദൂഷണക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. സതീശിൻ്റെ വക ഒരു പൂജ നടക്കുന്നുണ്ട്, നടക്കും.